പൊക്കിയാൽ അത് പൊങ്ങും. ഇത് കറക്റ്റ് ആണോ സാർ നോക്കി? ഇത് എന്റെ ഇത് ക്വാർട്ടറാണ്, പക്ഷെ അടിഭാഗം കാണുന്നില്ല. അടിഭാഗം ഒരിക്കലും കാണാൻ പറ്റില്ല. ആ ബാക്കിലെ ഡോർ ഹാൻഡിൽ കണ്ട സാറേ, ഈ ഒരു ഹൈറ്റിലുണ്ടായിരുന്നു. ഇത്രയും ഭാഗത്തിനകത്ത് നമ്മുടെ വണ്ടി ഇതിനകത്ത്, ബാക്കി ഔട്ട് സൈഡ്. അത് ആ ഡോർ ഹാൻഡിലിന്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ ഒരാള് പറയുന്ന അയാളുടെ ഒരു അരയുടെ ഹൈറ്റ്, അത് ഈ ഒരു പൊസിഷനിൽ ഉണ്ടായാൽ മതി. ഓക്കെയാണ്. ആ മിറർ അതുപോലെയാണോ നോക്കുക, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് വെച്ചോളൂ. ബാക്കിലെ ഡോർ ഹാൻഡിലല്ലോ? അതെ അതെ. അവിടെ സാറിന് 2 ഹാൻഡിലും കാണാൻ പറ്റും. 2 ഹാൻഡിലുണ്ട്. കാരണം സാറ് അവിടെ ആ സൈഡിലാണ് ഇരിക്കുന്നത്. ഇത്തിരി താഴണം, ഇത്തിരി താഴണം, ഇത്തിരി താഴണം. ഓക്കെ. ഇത്തിരി ഇങ്ങോട്ട് വരണം, ഇത്തിരി കൂടെ ഇങ്ങനെയാണ്. ഇച്ചിരി ഇത് കൂടുതലായി. എനിക്ക് ഫുള്ള് വണ്ടിയിൽ ഫുള്ളുണ്ട്. ആണോ? അങ്ങോട്ട് ഇത്തിരി നോക്കി. ഇതാണ് കറക്റ്റ്. ഇത് വണ്ടിയുടെ 1/3 ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അത് മതി. ഇതാണ് ഞാൻ അവിടെ കൊടുത്തത്. എനിക്ക് അറിയില്ല, എനിക്ക് ആ മിറർ ഒരിക്കലും കാണാൻ പറ്റില്ല. ആ സെലക്ഷൻ ഓഫ് ചെയ്തില്ല കഴിഞ്ഞ. ഓക്കെ. അല്ല, എന്നാണ് ന്യൂട്രലാണ്. ഇപ്പൊ ഡ്രൈവിലാണ്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ പോകേണ്ടത്? ഒരു ഫ്രീ റോഡ് കുറച്ച് നേരം കിട്ടാൻ. ഫ്രീ റോഡ് കിട്ടാനായിട്ട് എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് പോകാം. ലെഫ്റ്റ് ആണ് വൈദ്യുതി. ആ ഡ്രെയിനേജ് വരെ നമ്മുടെ കോമ്പൗണ്ട് ആണ്. ഡ്രെയിനേജ് കയറുമ്പോൾ വണ്ടി നിൽക്കണമെന്ന്. അല്ല, ഒരു ലാഗ് എടുത്തിട്ടേ അത് നീങ്ങുള്ളൂ. അതിന് നിൽക്കട്ടെ. ഇപ്പൊ ഒരു പകുതി കയറ്റത്തിൽ നിൽക്കുക വണ്ടി. സാറ് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്താൽ ഒരു പക്ഷേ ഇത് പുറകോട്ട് പോകും. അപ്പൊ സാറ് പാനിക് ആവാതിരുന്നാ മതി. ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുത്താൽ അത് മുന്നോട്ട് തന്നെ പോയിക്കോളും. കണ്ടോ ബ്രേക്ക്? സാറ് ഇങ്ങനെ ബ്രേക്ക് ലൂസ് ചെയ്താൽ ഇത് പുറകോട്ട് തന്നെ പോകും. ഫുള്ളായിട്ട് വിട്ട് കൊടുത്താൽ മുന്നിലേക്ക് പോയിക്കോളും വണ്ടി. ഇച്ചിരി മുന്നോട്ട് കയറ്റി വെച്ചോളൂ. അവിടെ നിൽക്കട്ടെ. സാറിന് ആ വിഷൻ ഓക്കെ അല്ലേ? ഇനി അനങ്ങും തോറും പതുക്കെ ഒരു ബെൻഡ് കൊടുത്തോണ്ടിരുന്നാ മതി വണ്ടിക്ക്. നിൽക്കട്ടെ. അപ്പൊ അയാളും കൂടെ പോയിക്കോളും. തിരിച്ചോ. ഈ ഫ്രണ്ട് കറങ്ങി ഈ സൈഡ് വന്നു തുടങ്ങുമ്പോൾ നേരെയാക്കി. ആ അത്ര ഓക്കെയാണോ? ഇനി കാർ ആക്സിലേറ്റർ ഉപയോഗിച്ചു. ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എടുത്ത് കാറ് ഇവിടെ നോക്കി നിർത്തി. ഇപ്പൊ വണ്ടി ഫ്രണ്ട് ഒതുങ്ങിയിട്ടേ ഉള്ളൂ, ലെവലായിട്ടില്ല. അപ്പൊ അങ്ങനെ തിരിച്ചാൽ എന്തോറ്റെന്ന് വെച്ചാല് ഇപ്പൊ റോഡിലേക്ക് തന്നെ വീണ്ടും കയറും. സാറ് ഫ്രണ്ടിനെ സൈഡാക്കി. സൈഡിൽ ഇനി എന്തുമാത്രം ഓടി എടുക്കാനുണ്ടെന്ന് സാറന്ന് നോക്കിയാൽ കുറച്ചുകൂടെ അകത്തോട്ട് കയറി നിൽക്കില്ലേ വണ്ടി? ഈ വ്യൂവിൽ തന്നെ സാറ് നോക്ക്. തൊട്ടടുത്ത് മതിലുണ്ടാ ഇടിക്കാനായിട്ട്? വണ്ടി ഇനി പോകാൻ പോകുന്നത് എങ്ങോട്ടായിരിക്കും? ആ ഗേറ്റിലേക്കാണ് പോകാൻ പോകുന്നത്. അത്രയും ദൂരം ഉണ്ടെന്ന് സാറിന് അറിയാലോ. അങ്ങോട്ടേക്ക് ധൈര്യമായിട്ട് കയറ്റി വെച്ച് കൊടുക്കുക വണ്ടിയെ. ആ ദൂരം ഫില്ലാവട്ടെ. ഇത്തിരി ഫില്ലാവുമല്ലോ. ആ ലെങ്ത് അറിയാലോ സാർ. ഈ സൈഡ് നോക്കുന്നോണ്ടാ ഇങ്ങനെ നോക്കുക. വേണ്ട വണ്ടി തട്ടുന്നെങ്കിൽ ഇത് എവിടെ പോയി തട്ടുള്ളൂ. ഇനിയും ദൂരം ഉണ്ടെന്ന് സാറിന് അറിയാലോ. അതും കൂടെ ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കും. അവിടെ നിൽക്കട്ടെ. ഇപ്പൊ പൂർണ്ണമായിട്ടും ഫ്രണ്ട് സൈഡിലായി. ഇനി ഇതിനൊന്ന് ലെവൽ ചെയ്താൽ മതി. ഇനി അങ്ങോട്ട് തിരിയണമെന്ന് പറ. അപ്പൊ റൈറ്റിലേക്ക് ബെൻഡ് ചെയ്യും സാറ്. സാർ നോക്ക് ഇവിടുന്ന് എന്തും മാത്രം മാറ്റേണ്ടി വരും നോക്ക്. ഇനി അനങ്ങും തോറും വണ്ടി ഓടി ലെവലായിക്കോളും. ഇനി തിരിച്ചുകൊണ്ടിരിക്കരുത്. വേണ്ട, സ്ട്രെയിറ്റ് ആയി. 1 ഇഞ്ച് കൂടെ വന്നാൽ സ്ട്രെയിറ്റ് ആവും. അത് തന്നെ ബ്രേക്ക്. അത് ഈ ടിയാഗോക്ക് ഉള്ളത് കിട്ടിയ. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക, സൈഡ് മിറർ നോക്കുക, വട്ടം കറക്കാതെ നേരെ പോവുക. നേരെ പോകുന്നതനുസരിച്ച് പതുക്കെ റൈറ്റിലോട്ട് കയറിയാൽ മതി. വട്ടം കറക്കണ്ട സാറേ, നേരെ ഓടുന്നതനുസരിച്ച് പതുക്കെ ചലിച്ചാൽ മതി റൈറ്റിലോട്ട്. അപ്പോൾ പുറകെ വരുന്നവർക്ക് ബുദ്ധിമുട്ടാകത്തില്ല. ഉണ്ടാകും.
കയറിയെന്ന് കാണുമ്പോൾ പിന്നെ നമ്മുടെ സൈഡിലോട്ട് കൊണ്ടുവന്നു നമ്മൾ. സാറൊന്ന് ഭയന്ന് ആക്സിലേറ്റർ തൊടുന്നത്. നേരത്തെ അത് കഴിഞ്ഞത് സാറ്, അത് ആർക്കും പറ്റുന്നൊരു കേസാ. ഈ കൈ സാറ് മേളിലേക്ക് ഉയർത്തി പിടിച്ചോണം. ചിലപ്പോൾ നമ്മളവിടെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഒരു തട്ട് അവിടെ കിട്ടുന്നത്. 10-20 തട്ട് നമ്മൾ കയറ്റി ഇറങ്ങി ഏതെങ്കിലും, മനസ്സിലായ, അതിലൊന്നും ആലോചിക്കുക വേണ്ട. ഫ്രണ്ട് നോക്കി തിരിഞ്ഞു സാറേ, അത്രേ ഉള്ളൂ. സാറ് റൈറ്റ് തിരിഞ്ഞാലും ലെഫ്റ്റ് തിരിഞ്ഞാലും ഫ്രണ്ട് നോക്കി തിരിഞ്ഞോണം. സ്ലോ ചെയ്തോട്. ഒഴിഞ്ഞു മാറിപ്പോവാങ്കിൽ ഒഴിഞ്ഞു മാറിപ്പോയിക്കോ. സ്റ്റിയറിങ് ഒഴിഞ്ഞു മാറിക്കോ. ഇത് കണ്ട, നമ്മൾ ആദ്യം അത് ചെയ്യാഞ്ഞുകൊണ്ടാണ് തൊട്ട് പുറകെ വന്ന ആള് നമ്മളെ കയറി ക്രോസ് ചെയ്തത്. നമ്മൾ ഈ ഏരിയ തന്നെ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട് സാറേ. ഈ ഏരിയ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. കാലൊന്ന് ബ്രേക്കിൽ വെച്ചോണം, എന്നിട്ട് നോക്കി തിരിഞ്ഞു നോക്കണം. സ്കൂളിൽ പോണോ? ഇപ്പൊ പോണ്ട, നമുക്ക് പോണെന്ന് ചെയ്യാൻ മഴക്കാട് വഴിയാണ്ട് പോവാം. ഈ കൈ സാറ് താഴെ വരാതെ നോക്കിക്കോണം. താഴെ വന്നാൽ സാറിന് തിരിക്കാൻ പറ്റാതായി പോകും. പിന്നെ ഈ വിരൽ അതിനകത്ത് ഇൻസെർട്ട് ചെയ്യാൻ വേണ്ട, ഇത് ഇങ്ങനെ ഔട്ടറിൽ ഇരുന്നാൽ മതി. ഇങ്ങോട്ട് ടേൺ എടുത്താലും സാർ ഫ്രണ്ടിലെ വിഷ്വല് നോക്കിയേ തിരിച്ചെടുക്കാവുള്ളൂ വണ്ടിയെ. ഫ്രണ്ടിൽ എന്ത് സ്പേസ് ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വണ്ടിക്ക് തിരിവ് കൊടുക്കാവുള്ളൂ. കണ്ട, ചില സ്ഥലത്ത് ഒരുപാട് തിരിക്കേണ്ടി വരില്ല. സാറൊന്ന് ബെൻഡ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി തിരിഞ്ഞു വരും. റൈറ്റിലേക്ക് നോക്കിയാൽ സാറ് വട്ടം കറക്കും. ഓപ്പോസിറ്റ് വരുന്ന വാഹനം നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യരുത്, നമ്മുടെ ലെഫ്റ്റ് സൈഡ് തന്നെ നോക്കാവുള്ളൂ. ഇവിടുന്ന് റൈറ്റ് ആണല്ലേ? ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചിരുന്ന ആ ഫ്രണ്ട് വിഷ്വൽ നോക്കി പതുക്കെ വണ്ടിയെ കൊണ്ടുപോയി ബ്രേക്കിൽ കാലം വെച്ചോട്ട് പയ്യെ വിട്ടു കൊടുത്തു. ഫ്രണ്ട് നോക്കി പയ്യെ ട്രെയിൻ എടുത്തോണ്ടിരുന്നത് സാറ്. അതെപ്പോൾ പാരലലി കിട്ടുന്നു അപ്പോൾ സ്ട്രെയിറ്റ് ആക്കി സാറ് പോയിച്ചു. ഓക്കെയാണ്. സാറത് കൈകാര്യം ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒരു പുറകോട്ടൊരു വലിവ് വരുന്നത് സാറിന്. സാർ ആ റിഫ്ലക്ടർ കഴിയുമ്പോൾ ഒന്ന് ഒതുക്കി നിർത്തണം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കും. എന്നിട്ട് സാറ് തന്നെ ഒരു സ്ഥലം ഫിക്സ് ചെയ്യും. എന്നിട്ട് അവിടെ ഒന്ന് ഒതുക്കി നിർത്തിക്കുക വണ്ടി. ഇനി ലെവൽ ചെയ്താൽ മാത്രം മതി. ആ വണ്ടി ഒന്ന് ലെവൽ ചെയ്താൽ മതി. അവിടെ ലെവലായി തോന്നുമ്പോൾ നിർത്തിയത് കഴിഞ്ഞു പോയത്. ശ്രദ്ധ വലത്തേക്കാ വന്നത്. വണ്ടി കുറെ അധികം ചെയ്യണ്ട, റൈറ്റ് കയറി നിൽക്കുക. ഇപ്പം സാറ് കൊണ്ടുവന്ന് നിർത്തിയത് വരെ കറക്റ്റ് ആയിരുന്നു. കറക്റ്റ് സൈഡിൽ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് സാർ എന്ത് ചെയ്തു? ഒരുപാട് റോഡിലേക്ക് കയറ്റി വെച്ചു. അത് മനസ്സിലാ. സാർ ഇവിടെ നോക്കിയില്ല, സാർ അവിടെ നോക്കിയിരുന്നത്. സാറൊന്ന് ലെഫ്റ്റിലേക്ക് ഒതുക്കിക്കുക വണ്ടി ഒന്ന്. ലെഫ്റ്റിലേക്ക് ഒതുക്കി നിർത്തും. സാറിന് കാണാമല്ലോ, ആ ഏരിയയിലേക്ക് ഒതുങ്ങുമല്ലോ വണ്ടി. ആ അത് തന്നെ കണ്ട, ഇതുവരെ ഓക്കെ ആയിരുന്നു. ഇനി സാറ് നോക്കി എന്തും മാത്രം മാറിയാ വണ്ടി ലെവലാവും. ഇപ്പൊ ഇത് മതിലേക്കാ നിക്കുന്നത്. ഈ വിഷ്വൽ ഒന്ന് ഇങ്ങോട്ട് മാറിയാ മതി വണ്ടി നേരെയാകാൻ. സാർ റൈറ്റ് ഒന്ന് ബെൻഡ് ചെയ്തേ. വന്നിട്ടില്ല, റൈറ്റ് ഒന്ന് തിരിക്കും. ഇത് എത്രേ ഉള്ളൂ. കണ്ട, കഴിഞ്ഞു, മതി. കണ്ട, റോഡ് സ്ട്രൈറ്റ് ആയി വണ്ടി. അവിടെ നോക്കിയാൽ സാറിന് മനസ്സിലാവൂല. ഇവിടെ നോക്ക്, സ്ട്രൈറ്റിലല്ലേ നിൽക്കുന്നത്. നേരത്തെ ഇങ്ങനെയായിരുന്നു നിന്ന മതിലേക്ക്. അതിങ്ങനെ ആക്കി എടുത്തപ്പോൾ വണ്ടി നേരെയായി ഈ സൈഡിൽ. ഇനി അതും പോരെങ്കിൽ സാർ ഈ വിഷ്വലിൽ നോക്ക്. സാറിന് ഫുൾ ത്രൂ ഔട്ട് ബാക്കിലേക്ക് കാണാൻ വയ്യ. അപ്പൊ വണ്ടി നേരെയായി.
ഓക്കെ ഓക്കെ. ബാക്കിൽ ആ റോഡിൽ ഫുൾ വിഷൻ സാറിന് കിട്ടുന്നുണ്ട് ഈ സൈഡിന്റെ. അപ്പൊ വണ്ടി നേരെയായി. ഒന്നുകൂടി നമുക്ക് നോക്ക് സാറ് ഡ്രൈവ് ഇടും. പോട്ടെ അടുത്തൊരു സ്ഥലത്ത് ഒതുക്കി നിർത്തി അടുത്ത സ്ഥലത്ത് നേരെയാക്കി. ഒതുക്കിയിട്ട വണ്ടി എടുക്കുമ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് മിറർ നോക്കി എടുക്കാനുള്ള ടെസറാ. ഓക്കെ ഓക്കെ. പോട്ടെ മൂവ് ചെയ്തു. ലെഫ്റ്റ് പോയാലോ? ഇൻഡിക്കേറ്റർ ഇട്ടോ. ആ റോഡിനനുസരിച്ച് വേഗത കുറച്ചുകൊണ്ട് വണ്ടിയുടെ ഫ്രണ്ടിനെ കറക്റ്റ് ചെയ്യും സാറേ. ബ്രേക്കിൽ വന്നിട്ടില്ല. ആ ലെവൽ. കുറെ നാളത്തേക്ക് സാറ് ജംഗ്ഷൻ തിരിയുമ്പോഴും വളവെടുക്കുമ്പോഴും എല്ലാം കാല് ബ്രേക്കിലേക്ക് കൊണ്ടുവന്നോണം. അല്ലെങ്കിൽ ഒരു അബദ്ധം പറ്റും. നമ്മൾ എവിടെ ഇരിക്കുന്നോ അവിടെ ചവിട്ടി താഴ്ത്ത് ഓർക്കാതെ. ഓക്കെ ഓക്കെ. നേരത്തെ പറ്റി. ആ സാറത് മാറ്റി മാറ്റി ശീലിച്ചോണം. സാർ ഇവിടെ നിർത്തണേ. ഇച്ചിരി മേളിലെ ഈ സൈഡിൽ അവിടെ നിൽക്കട്ടെ. അത്യാവശ്യം ഒരു സ്റ്റീപ്പിലാണ് വണ്ടി ഇങ്ങനെ നിൽക്കുന്നത്. സാർ പതുക്കെ ഒന്ന് ബ്രേക്ക് ഒന്ന് കാലെടുത്ത് നോക്കിയാൽ. കാല് വയ്ക്കരുത് ഇനി ഒന്നേലുവേ. വേണ്ട, ഒരു ലാഗ് എടുത്തിട്ട് ഇത് മുന്നോട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ട്. ചില സ്ഥലത്ത് കേറിയില്ല എന്ന് വരും. ഒന്നുകൂടെ ബ്രേക്ക് ചെയ്ത സാറേ. പതുക്കെ ഒന്ന് കാലെടുത്ത്. ഇതിൽ ഹിൽ അസിസ്റ്റ് ഉള്ളത് കണ്ട അതോട്ട് പോണണ്ട. ബ്രേക്ക് അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ സാർ ആ ബ്രേക്കിൽ നല്ലപോലെ പ്രഷർ ചെയ്യണം. എന്നിട്ട് പെട്ടെന്ന് ആ കാല് ഫുൾ എടുത്തേക്ക്. ഒരു 3 സെക്കൻഡ് നേരം വണ്ടി ഹോൾഡ് ചെയ്യും കണ്ട. എന്നിട്ടേ താഴോട്ട് പോകുള്ളൂ. ആ 3 സെക്കൻഡ് കൊണ്ട് സാറിന് ആക്സിലേറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്താൽ വണ്ടി മുന്നോട്ട് പോയിക്കോളൂ. ഇല്ല സാർ ഒന്നുകൂടെ നോക്ക്. എന്നിട്ട് പയ്യെ ആക്സിലേറ്റർ സപ്പോർട്ട് ചെയ്യും കണ്ട. അപ്പൊ മുന്നോട്ട് പിടിക്കാൻ തുടങ്ങിക്കോളും. ഒറ്റ ചവിട്ട് കൊടുക്കരുത് ആക്സിലേറ്ററിൽ. വീണ്ടും ബ്രേക്ക് ചെയ്യും. ഇനി അതല്ലെങ്കിൽ അടുത്ത സൊല്യൂഷൻ ഉണ്ട് സാറിന്റെ കയ്യിൽ. ഹാൻഡ് ബ്രേക്ക് കണ്ട, അത് ഉയർത്തി പിടിക്കും. പ്രസ് ചെയ്തുകൊണ്ട് ഉയർത്തി പിടിക്കും. അങ്ങനെ തന്നെ പിടിച്ചു, വിടരുത്. ഇനി ബ്രേക്ക് ചെയ്ത് സാർ കാലെടുക്ക്. ഇപ്പൊ ഹാൻഡ് ബ്രേക്കിലാണ് വണ്ടി നിൽക്കുന്നത്. ഇത് വിടരുത്. സാർ ആക്സിലേറ്റർ ഒന്ന് കൊടുക്ക്. അപ്പൊ വണ്ടി ഒന്ന് താഴോട്ടിരിക്കും കണ്ട. ഇനി ഇത് ആക്സിലേറ്റർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇത് റിലീസ് ചെയ്ത് കൊടുക്കും. ആക്സിലേറ്റർ ഇല്ലിപ്പോ കണ്ട. അപ്പൊ മുന്നോട്ട് പോയിക്കോളും. എല്ലാ സ്ഥലത്തും മറ്റേ അത് വർക്കൗട്ട് ആവൂല. ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ മൂവ് ചെയ്യിക്കുന്നത് വർക്കൗട്ട് ആവൂല. നല്ല സ്റ്റീപ്പാണെങ്കിൽ കയറൂല വണ്ടി. അപ്പൊ ഹാൻഡ് ബ്രേക്കിൽ വണ്ടി എൻഗേജ് ചെയ്ത് വെച്ചിട്ട് ആക്സിലേഷൻ കൊടുക്കണം. അപ്പൊ വണ്ടി ഒന്ന് താഴേക്ക് ഇരിക്കുന്ന പോലെ തോന്നും. ആക്സിലേറ്റർ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇത് റിലീസ് ചെയ്യണം. കൈ താഴെ വരാതെ സാറ് നോക്കിക്കോണം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഒന്ന് ഒതുക്കി നിർത്തി നോക്ക് സാർ. എവിടെയെങ്കിലും സാറ് തന്നെ എവിടെയെങ്കിലും ഒതുക്കി നിർത്തും. വേണ്ട സാർ ഫ്രണ്ട് കൊണ്ട് എടുക്കാൻ പറ്റുന്ന സൈഡ് എടുത്ത്. സാർ ഇനി നോക്ക്, ഈ ഏരിയ ഒന്ന് ഈ മതിലേന്നൊന്ന് മാറിയാൽ മതി, വണ്ടി സ്ട്രെയിറ്റ് ആവും. അല്ലെങ്കിൽ ഈ വിഷ്വൽ നോക്ക് കണ്ട എങ്ങനെയാ നിൽക്കുന്നത് സാറ് കണ്ടല്ലോ. തെറ്റിയാ നിൽക്കുന്ന വണ്ടി. എങ്ങോട്ട് മാറ്റണം, അങ്ങോട്ടും തിരിക്ക് സാറ്. തിരിച്ച് എന്നിട്ട് ഈ വിഷ്വൽ തന്നെ എടുക്ക്. പതുക്കെ ഒന്ന് വിട്ടു കൊടുക്കും വണ്ടിയെ. നേരെ ആവുന്നില്ല എന്ന് തോന്നി ഒന്നുകൂടെ ബെൻഡ് ചെയ്തു. ആയാ കിട്ടുന്നുണ്ടോ അതോ ഇച്ചിരി കൂടെ വരാനുണ്ടോ? അപ്പൊ അതും കൂടെ കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കും. ഇപ്പൊ ആയാ ഈ വിഷ്വലിലും കൂടെ നോക്ക്. ഇപ്പോഴാണ് ആയത് നേരത്തെയാണ് ആയത്? അത്രേ ഉള്ളൂ. ചില കാര്യങ്ങൾ ആരും രണ്ടാമതൊന്ന് കൺഫേം ചെയ്തേക്കണം. ഇവിടെ തന്നെ നോക്കിക്കൊണ്ട് മുന്നോട്ട് എടുക്കരുത് വണ്ടി. മുന്നിൽ നോക്കിയിട്ടേ എടുക്കാവുള്ളൂ. എന്നിട്ട് കൺഫേം ചെയ്യാൻ ഇവിടെ നോക്കണം. അപ്പൊ സാറിന് ഒരു ഐഡിയ കിട്ടും എങ്ങോട്ട് മാറ്റണമെന്ന്. ഇവിടെ നോക്കിക്കൊണ്ട് എടുത്താൽ മുന്നിൽ ആരെങ്കിലും വന്നാൽ അത് കാണില്ല, അവർക്കിട്ടൊരു തട്ട് കൊടുക്കും നമ്മള്. നല്ല മുന്നിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതായിട്ട് തട്ടും നമ്മള്. കിട്ടിയ ഇതെപ്പോ നിർത്തിയാലും സാറ് ന്യൂട്രലാക്കിക്കോണം, മറന്നു പോകരുത്. അല്ലെങ്കിൽ അബദ്ധം പറ്റും. നമ്മൾ ഇതിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളായതുകൊണ്ടാണ് ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വഴി അറിയാതെ കാലെടുക്കും ബ്രേക്കിൽ നിന്ന്. സാർ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ന്യൂട്രലാക്കി ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ചെയ്ത് വെച്ചേക്കണം വണ്ടിയെ. കുറെ നാൾ അങ്ങനെ ശീലിച്ചോണം. പോവാം.
ബാക്ക് നോക്കിക്കോണേ. ഫ്രണ്ട് കിട്ടിയില്ലേ? നേരെയാക്കി. ആക്സിലേറ്റർ ഒന്നുകൂടെ നിർത്തിക്കുക സാറേ. പോട്ടെ, ഇനി പോട്ടെ. സാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ പൊക്കിയാ മാറ്റുന്ന രണ്ടിലേക്കും. റൈറ്റിലേക്ക് ഒന്ന് ടിൽറ്റ് ചെയ്താൽ മതി കാല്. പോട്ടെ. കൈ താഴെ വരാതെ നോക്കിക്കോണം. കൈ താഴെ വന്നാൽ എന്ത് പറ്റുമെന്ന് അറിയാം സാറേ. ഇപ്പൊ മേളിലിരിക്കുന്ന കൈ കണ്ട സാറ്, സാറിനൊരു ഹാഫ് ടേൺ ഇത് ഇങ്ങനെ എടുക്കാം. കണ്ട, ഇങ്ങോട്ടും എടുക്കാം ഹാഫ് ടേൺ. താഴെ വെച്ചാലാ സാറ് നോക്കിയാ താഴെ ഒന്ന് കൈ വെച്ച് സാറിന് തിരിക്കാൻ പറ്റൂല. അതേ കണ്ട, ഇത്രേ കിട്ടുള്ളൂ. അതെ, ഒരു എമർജൻസി ആയിട്ട് വണ്ടി ഒന്നും മാറ്റേണ്ടി വന്നാൽ സാറ് മാറ്റില്ല, മുറുക്കി പിടിക്കോടെ. ഒന്ന് ഒതുക്കി നിർത്തി നോക്ക് സാറേ. ലെഫ്റ്റിൽ ഇവിടെ ലെഫ്റ്റിൽ ഒന്ന് ഒതുക്കി നിർത്തി സാറേ. ഇൻഡിക്കേറ്റർ ഇട്ടോണം. എന്നിട്ട് ലെഫ്റ്റിലേക്ക് ഒതുക്കി കൊണ്ടുപോകാം. ആ സ്പേസ് സാറ് കണ്ടല്ലോ, എന്തും മാത്രം കൊണ്ടുവരാൻ പറ്റും അവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്ക്. ഓക്കെ, എന്നിട്ട് സാറ് നോക്കാം എങ്ങോട്ട് മാറ്റണം, എന്തും മാത്രം മാറ്റണമെന്ന് കൂടെ ആലോചിക്കും. എന്തും മാത്രം മാറ്റേണ്ടി വരും. അപ്പൊ ആ ഒരു തിരിവങ്ങ് കൊടുക്കും. മതിയാവുക. നിർത്തിയിട്ട് നോക്ക്. ഓക്കെ ആണോ? ആണോ? നിർത്തിയിട്ടേ സാറ് നോക്കാം. അവൾ ഇവിടെ നോക്കിക്കൊണ്ട് നീക്കരുത് വണ്ടിയെ. ഓക്കെ, ഇപ്പൊ കുറച്ച് ദൂരം നീങ്ങിയിട്ടാ വണ്ടി നേരെയായത്. അത് സാറ് തിരിച്ചത് പോരാഞ്ഞിട്ട്. സാറ് വണ്ടി നിക്കുന്ന എങ്ങനെയാ നോക്കണം. വണ്ടി മാക്സിമം അങ്ങോട്ട് ചരിഞ്ഞാ നിക്കുന്നെങ്കിൽ കുറച്ച് കൂടുതൽ ബെൻഡ് കൊടുത്താലേ വണ്ടി നേരെയായി വരത്തുള്ളൂ. ചെറുതായിട്ടൊക്കെ ചരിഞ്ഞ് നിക്കുകയാണെങ്കിൽ സാറിന് ഇങ്ങനെ ഒന്ന് അനക്കിയിട്ട് വണ്ടിയെ നേരെയാക്കാൻ പറ്റുള്ളൂ. അപ്പൊ കൂടുതൽ തിരിവ് കൊടുത്തോണം സാറ്. പോവാ വീണ്ടും. കൈ മേളിൽ കൊണ്ടുവന്നോണം, മറന്നു പോകരുത്. പോട്ടെ. അറിയാലോ, ഇതിന് ഈ വണ്ടിക്ക് ഒരു നാവിഗേഷൻ കൂടെ ഉണ്ട്, ഡൈനാമിക് നാവിഗേഷൻ എന്ന് പറയും. സാറ് ഈ സ്റ്റിയറിംഗ് ഏതെങ്കിലും ഒരു സൈഡിലേക്കും തിരിച്ച് ആ ഗ്രീൻ കണ്ട, അതാണ് ആ നാവിഗേഷൻ. വണ്ടി എവിടെയായിരിക്കും ചെല്ലാൻ പോകുന്നതെന്ന് സാറിന് ഒരു മാർക്കിംഗ് വരുന്നതാണ്. അപ്പൊ എന്ത് തിരിക്കണം, എത്ര തിരിക്കണമെന്ന് സാറിന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആ റോഡിൽ പോകണമെങ്കിൽ ഇപ്പൊ ഇതുപോലെ കണ്ട, ആ റോഡിന്റെ എഡ്ജിലേക്ക് സാറ് പിടിച്ച്, ഇത് മാക്സിമം അത് വേണ്ട, മിനിമം ആ റോഡിലേക്ക് ഒന്ന് ആക്ക് മതി. കണ്ട, എന്നിട്ട് സാറൊരു മൂവ്മെന്റ് എടുത്ത് നോക്ക്. വണ്ടിയുടെ കറണ്ട് പൊസിഷൻ ഈ ബ്ലൂ ആണ്. സാറൊരു മൂവ്മെന്റ് എടുത്ത് നോക്ക്. ആ ബ്ലൂ അങ്ങോട്ട് ബെൻഡ് ആവുന്നുണ്ടോ? അങ്ങോട്ട് ആയിട്ടില്ല. ഇവിടെ നോക്കി ഒരു സ്പേസ് വീണത് കണ്ട, അപ്പൊ ഒരു ഇത്തിരി കൂടെ അങ്ങോട്ടാക്കി കൊടുക്കും. അത് തന്നെ കണ്ട, വീണ്ടും ഒന്ന് നിർത്ത്. ബ്ലൂ ചെറുതായിട്ടൊന്ന് ചരിഞ്ഞതേ ഉള്ളൂ, ഇവിടെ ഓൾറെഡി സ്പേസ് ഉണ്ട്. വീണ്ടും ഒരു മൂവ്മെന്റ് എടുത്ത് നോക്ക് സാറ്. കണ്ട, ഷാർപ്പ് എഡ്ജില്ല ഇപ്പൊ സാറ് സ്റ്റിയറിംഗ് വെച്ചിരിക്കുന്നത്. വണ്ടിക്ക് ഒരു മൂവ്മെന്റ് കൊടുക്കുക. ബ്ലൂ ആ ട്രാക്കിലേക്ക് ആവുന്ന കണ്ട, കണ്ട, ഇനി തിരിക്കേണ്ടി വരുവാ. ഇനി തിരിച്ചാൽ എന്ത് പറ്റുന്ന വെച്ചാൽ ഈ കല്ലേലേക്ക് വന്ന് കയറും വണ്ടി. അപ്പൊ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോണം. വണ്ടിയുടെ ബോഡി ഒന്ന് അകത്ത് ഇൻസേർട്ട് ആവുന്നത് വരെ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോണം. കണ്ട, ആ റെഡ് ലൈൻ ആണ് വണ്ടിയുടെ ബോഡി. ഇവിടെ റെഡ് മാർക്കിംഗ് ഉണ്ട്, അതാണ് വണ്ടിയുടെ ബോഡി. അപ്പൊ ഇത് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. അത് ഇൻസേർട്ട് ആയിട്ടില്ല അകത്ത്. ആ കല്ല് ഇപ്പോഴും ഔട്ടറിലാണ് നിൽക്കുന്നത്. ബ്രേക്ക് കണ്ട, ഇപ്പൊ അകത്തായി. ഇനി സാറിന് വേണമെങ്കിൽ തിരിക്കാം, വേണമെങ്കിൽ തിരിക്കാം. വേണമെങ്കിൽ ഇപ്പുറത്ത് സ്പേസ് ഇല്ലെങ്കിൽ സാറിന് തിരിക്കാം. ആവശ്യത്തിന് സ്ഥലം കിടപ്പുണ്ട്. അല്ല, ഇപ്പൊ ആവശ്യത്തിന് സ്ഥലമുണ്ട്. കുറച്ചുകൂടെ വേണേ അകത്ത് കയറുമ്പോ കറക്റ്റ് ഇതിൽ പിടിക്കാം നമുക്ക്. ഇത്തിരി കൂടെ അകത്തേക്ക് ഒന്ന് കയറി നോക്ക് സാറ്.
കണ്ടാ ഇപ്പോഴാണ് സ്ഥാനം തെറ്റിയത്. ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റുള്ളൂ വണ്ടിയെ. ഒന്നും മനസ്സിലായില്ല. ഇപ്പൊ വണ്ടി വേറെ ഒരു ഡയറക്ഷനിലാണ് നിൽക്കുന്നത്, മതിലിലേക്കാണ് നിൽക്കുന്നത്. നേരത്തെ ഇതൊരു കയറ്റമായിരുന്നു, നേരത്തെ ലൊക്കേഷൻ ഇങ്ങോട്ട് തന്നെയായിരുന്നു വണ്ടി നിന്നത്. അതുകൊണ്ട് ഞാൻ തിരിക്കണ്ടെന്ന് പറഞ്ഞു. മേളിൽ കയറിയപ്പോ സ്ഥാനം മാറിയത് കണ്ട വണ്ടിയുടെ. ഇനി സാറ് തിരിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ വണ്ടി അങ്ങോട്ട് പോകും. ബാക്കി തിരിവ് കൊടുക്കും ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അത് തന്നെ തിരിക്ക് പോരാ. ഇതാ ഈ നാവിഗേഷൻ കണ്ട, ഇത് ഇങ്ങോട്ട് വരണം പ്രോപ്പറായിട്ട്. ഇതല്ല വേണ്ടത്. അതെ തന്നെ. ഇനിയും തിരിക്കാൻ പറ്റുമോ നോക്ക്, മാക്സിമം ആയോ മാക്സിമം. ഇനി ഒന്ന് മൂവ് ചെയ്ത് നോക്ക്. പെട്ടെന്ന് ഈ ബ്ലൂ ഇങ്ങോട്ടിലേക്ക് വരും കണ്ടാ. കിട്ടിയാ കറക്റ്റ് ഈ സൈഡിൽ മാച്ചാവുമ്പോ നിർത്തണം. വന്നിട്ടില്ല. ഇത്തിരി ബ്രേക്ക് സ്റ്റാർ സ്റ്റിയറിംഗ് നേരെയാക്കാൻ നോക്കരുത്. വണ്ടി ബ്രേക്ക് ചെയ്യാനേ നോക്കാവുള്ളായിരുന്നു. ഡ്രൈവ് ഇട്. പുറകിലൊരുത്തം വന്നിട്ടുണ്ട്. അതൊക്കെ മുന്നോട്ട് പോട്ടെ. ഇത് അവിടെ വണ്ടിയുണ്ട്. പോട്ടെ അതിങ്ങോട്ട് തിരിയാണ്. ഇച്ചിരി നേരെയാക്കി മതി. വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു. ഞാൻ എവിടെ പോയി റിവേഴ്സ് ഗിയർ ഇട്ടാലും നേരെയാക്കിയില്ല. ഒരു സെക്കൻഡ് സാറ് വലത്തുനിന്ന് വരുന്ന വണ്ടികളെ നോക്കിയില്ലേ? ഞാൻ എവിടെ പോയി റിവേഴ്സ് ഗിയർ ഇട്ടാലും ഇതാ പരിപാടി. അപ്പ വണ്ടികൾ വരും. പോട്ടെ. സാറ് വണ്ടി നേരെയാക്കി വെച്ചിരിക്കുന്നത്. ഇനി മൂവ് ചെയ്താലാണ് തെറ്റാൻ പോണത്. കാരണം റോഡ് വേറെ സ്ട്രക്ചറിലാണ് കിടക്കുന്നത്. സാറ് മാറ്റം ചെയ്തോട്ടെ. ചെയ്ത് നോക്ക്. ഇപ്പൊ കറക്റ്റായി. സാർ ഫ്രണ്ടിലെ വ്യൂ എടുക്കുമ്പോ അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിർത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെയാണ് ഞാൻ ബാക്ക് നോക്കി കൺഫേം ചെയ്യാൻ പറഞ്ഞത്, നേരെയാണോ അല്ലേന്ന്. പിന്നെ മുന്നോട്ട് നോക്കിയാൽ സാറിന് തെറ്റും. എനിക്ക് മനസ്സിലായത് കറക്റ്റാണ്. ഇനി എനിക്ക് മനസ്സിലായത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് നോക്കിയതാണ്. നമുക്ക് മറുവശം കാണാൻ വയ്യ. അപ്പൊ ഒരു ഹോൺ അടിച്ചോ, നമ്മളുണ്ടെന്ന് അറിയിക്കാനാണ്. ബ്രേക്കിലൊന്ന് കാല് വെച്ചോണം, ഒരുപാട് വേഗത വരാതിരിക്കാൻ. നമ്മുടെ സൈഡ് കീപ്പ് ചെയ്ത് തന്നെ വണ്ടി തിരിഞ്ഞു വരണം. നമ്മുടെ സൈഡിൽ ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയി വരുന്നതനുസരിച്ച് നിവർത്തി കൊടുക്കുക. കുറേശ്ശെ കണ്ടാ. കൈ താഴെ സാറ് വയ്ക്കാതെ നോക്കിക്കോണം. അത് മേളിലേക്ക് മെയിൻറ്റെയിൻ ചെയ്തോണം. ഹോൺ അടിക്കും വീണ്ടും. മറുവശം കാണാൻ വയ്യാത്ത വളവ് വരുമ്പോൾ ഹോൺ അടിച്ചോണം. എന്നിട്ട് ഫ്രണ്ട് വിഷ്വല് നോക്കി വണ്ടി തിരിച്ചോണ്ട് വന്നോണം. അവിടെ കൂടുതൽ സ്പേസ് കിടക്കുന്നുണ്ടെങ്കിൽ സാർ ഒരുപാട് തിരിക്കാൻ നിൽക്കരുത്. കിട്ടിയാ? സ്ട്രൈറ്റ് ആക്കി ചക്കൻ പറഞ്ഞു കഴിഞ്ഞു തോന്നുന്നു. വേഗത വേണ്ട. ഫ്രണ്ട് പതുക്കെ ചരിച്ച് കൊണ്ടുപോകാം സാറിന്റെ ട്രാക്കിലേക്ക്. ഞങ്ങളും കണ്ടില്ലായിരുന്നു. ശരിക്കും വൈറ്റ് കളർ അടിക്കുന്നല്ലോ. ഞാൻ അങ്ങനത്തെ ഹമ്പ് ഉണ്ടെന്ന് പോലും അറിഞ്ഞില്ല. നിർത്ത് സാറേ. ഇനി വേറെ ഒന്ന് മൂവ് ചെയ്ത് നോക്ക് വണ്ടി. ബ്രേക്ക് സാറെടുത്ത് നോക്ക്. കണ്ടാ? പിന്നെ സാറിന് ആക്സിലേറ്ററെ ഹോൾഡ് ചെയ്യാൻ പറ്റും വണ്ടിയെ. പ്രഷർ കൊടുക്കുമ്പോഴേ മുന്നോട്ട് പോവുള്ളൂ. ആക്സിലേറ്റർ ഇല്ലെങ്കിൽ പുറകോട്ട് പോവുകയും ചെയ്യും. അത് കുറച്ച് എക്സ്പീരിയൻസ് ആകുമ്പോൾ അതിന്റെ ടൈമിങ് കിട്ടും കറക്റ്റായിട്ട്. ഒന്നുകൂടി ഇവിടെ നിന്ന് കയറ്റി നിർത്തി നോക്കുക. മാക്സിമം ടോപ്പിലേക്ക് ഫ്രണ്ട് കയറുമ്പോൾ നിർത്തി കൊടുക്കും. നിൽക്കട്ടെ. ഇപ്പൊ ഫുൾ ബോഡി കയറി. ഇത് ഈസി ആയിട്ട് ഈ വണ്ടി കയറ്റിക്കൊണ്ട് പോകും. പോട്ടെ. ഇത് വണ്ടി വലിച്ചോണ്ട് പോകണ്ട, കാരണം വണ്ടി മേളിലെത്തി. അല്ലാത്ത സ്ഥലത്തുള്ള കാര്യം ഞാൻ പറഞ്ഞ. വണ്ടി ടോപ്പിലെത്തിയാ പിന്നെ വണ്ടി കൊണ്ടുപോകും. നല്ല സ്റ്റീപ്പിൽ ഇങ്ങനെ കയറാൻ തുടങ്ങുമ്പോൾ നിർത്തേണ്ടി വന്നാലും ഈ വണ്ടി നീങ്ങില്ല. അല്ലെങ്കിൽ വണ്ടി തന്നെ വലിച്ചോണ്ട് പോയിക്കോളും. മിനിമം RPM വണ്ടിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അതിന്?
ബ്രേക്കിൽ കാല് വെച്ചാ നമ്മുടെ സൈഡ് മാക്സിമം കീപ്പ് ചെയ്ത് തന്നെ തിരിഞ്ഞോണം. പേടിക്കരുത്, പേടിക്കണ്ട. പേടിച്ചോണ്ട സാറ്, സാർ എന്തിനാ പേടിക്കുന്നത്? പേടിച്ചോണം. സാറിന് അതാണ് ബ്രേക്കിൽ കാല് വെക്കാൻ പറഞ്ഞ. അങ്ങനെ ഒരു വണ്ടി വരുമെന്ന് ഉറപ്പുണ്ട് നമുക്ക്. അപ്പൊ നമ്മൾ പാനിക് ആകാതെ നമ്മൾ ബ്രേക്കിൽ വണ്ടിയുടെ വേഗത കുറയ്ക്കും. അവൻ അവന്റെ ട്രാക്കിലാണ് നിൽക്കുന്നത്. അയാള് നമ്മുടെ അടുത്തേക്ക് വരുന്നില്ലല്ലോ, നമ്മുടെ ഹോൺ അടിച്ച അയാളെ അറിയിച്ച ആദ്യം തന്നെ. പിന്നെ നമ്മൾ നമ്മുടെ സൈഡ് കീപ്പ് ചെയ്താ വന്നോണ്ടിരിക്കുന്നത്. ഇതിപ്പോഴും നോക്ക്, സാറിന് കാണാൻ വയ്യ. ഹോൺ അടിച്ചോണം, കാല് ബ്രേക്ക് പ്ലേസ് ചെയ്തോണം, നമ്മുടെ സൈഡ് വിട്ടു പോവാത്ത രീതിയിൽ വണ്ടി തിരിക്കണം. വണ്ടി തിരിഞ്ഞ് നേരെ വരുന്നവരെ ബ്രേക്കിൽ നിന്ന് സാറ് കാലെടുക്കരുത്. ഇപ്പോഴും ഒരാളെ സാറ് പ്രതീക്ഷിച്ചോണം പെട്ടെന്ന് കയറി വരുമെന്ന്. അങ്ങനെ കണ്ടാൽ നിർത്തുക അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ സ്ലോ ചെയ്യുക അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. തിരിച്ചു മാറ്റാൻ നോക്കരുത്. പിന്നെ നമ്മളൊരു വളവിലോട്ട് ചെല്ലുമ്പോഴാ ബ്രേക്കിൽ കാല് വെച്ച് വണ്ടി നിവർന്ന് വരുന്നവരെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കരുത്. വണ്ടി നേരെ ട്രാക്കിൽ കിട്ടിയതിന് ശേഷം ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ആക്സിലേറ്ററിലോട്ട് പോകാവുള്ളൂ. പിന്നെ മനസ്സിൽ ഇതുപോലെ ഒരാളെ പ്രതീക്ഷിച്ചോണം, എതിരെ ഒരാൾ റോങ് സൈഡിൽ വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ പാനിക് ആവില്ല. കാരണം ഓൾറെഡി ബ്രെയിൻ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക അങ്ങനെ ഒരെണ്ണം വരുമെന്ന്. നല്ല കാര്യമാണ്. വേഗത കുറഞ്ഞു പോയാൽ മതി സാറിന്, ഇത് സുഖമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഒരുപാട് വേഗത പോകുമ്പോൾ സാറിന് അത്ര ടൈമിങ് കിട്ടത്തില്ല തിരിച്ച് നേരെയാക്കാൻ. എല്ലാ മറവിലും സാറൊരു ഹോൺ കൊടുത്താൽ കുറെ സേഫ് ആയിരിക്കും നമ്മള്. കാരണം എതിരെ വരുന്നവനും പ്രതീക്ഷിക്കും ഒരു വണ്ടിയെ. കാല് ബ്രേക്കിൽ കൊണ്ടുവരണം, മറന്നു പോകരുത്. എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഈ വണ്ടി നിർത്തിയിടുമ്പോഴത്തേക്ക് മുന്നിലും പിന്നിലും ഓരോ വാഹനങ്ങൾ വന്നാൽ അവരറിയാൻ വേണ്ടി. ഇരുട്ടത്ത് വണ്ടി ഇടത്തില്ല സാർ, അപ്പൊ നമ്മുടെ വണ്ടിയുടെ പ്രസന്റ് അറിയിക്കാൻ വേണ്ടിയാണ് പാർക്ക് ലൈറ്റ് ഇടുന്നത്. ഒരു വണ്ടി കടപ്പുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിട്ട്. ഒന്നുകൂടെ സാർ മുന്നിലേക്ക് തിരിച്ച് ഇപ്പൊ ഹെഡ്ലൈറ്റ് ഓൺ ആയി. ഇപ്പൊ തെളിഞ്ഞു കിടക്കുന്നത് ഹൈ ബീമിന്റെ ലൈറ്റ് ആണ്, ബ്രൈറ്റിലാണ്. ആ ഡിമ്മിലാക്കണമെങ്കിൽ ആ ലിവറിനെ മുന്നിലേക്ക് കൊണ്ടുവരണം. ഇത് ഡിമ്മ് ഇല്ല, കാണില്ല. ഹെഡ്ലൈറ്റ് ഓൺ ആണ്, അത് ഡിമ്മിലാണ്. മുന്നിലേക്ക് തള്ളിക്ക്, അത് ബ്രൈറ്റ്. ബ്രൈറ്റിൽ ഓടിക്കാതിരിക്കാനാണ് അങ്ങനെ ഒരു സിമ്പൽ തന്നിരിക്കുന്നത്. കാരണം എതിരെ വരുന്ന ആൾക്ക് കണ്ണിന് കാഴ്ച കിട്ടില്ല. അപ്പൊ ഡിമ്മിലാക്കി കൊടുത്തോണം. താൽക്കാലികമായിട്ട് സാർ എന്തെങ്കിലും ആവശ്യത്തിന് ബ്രൈറ്റ് ആക്കണം. ബ്രൈറ്റിൽ ഓടിക്കാതിരിക്കാനാണ് അവിടെ ഒരു വാണിംഗ് ലൈറ്റ് വന്നിരിക്കുന്നത്. അത് ഡിമ്മിലേക്ക് മാറ്റിക്കോണം. ഓക്കെയാണ് അത്. അത് ബ്രൈറ്റ്, അത് ഓഫ്, അത് ഓട്ടോ മോഡ്. അത് ഹെഡ്ലൈറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് സാറിന് ഇത്രയും വെളിച്ചത്തിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇപ്പൊ ഹെഡ്ലൈറ്റ് ഓൺ ആണെങ്കിൽ നിലവിലുള്ള പൊസിഷനിൽ നിന്ന് അതിനെ ഉയർത്താൻ പറ്റും. ആ 0 നിന്ന് 3 സ്ക്രോൾ ചെയ്യുന്ന അനുസരിച്ച് ആ ഹൈറ്റ് ഉയർന്നു വരും. ഡിമ്മില് വേണമെങ്കിൽ താഴ്ത്തുകയും ചെയ്യാം. അതിനാണ് ഈ സ്ക്രോളിംഗ് ബട്ടൺ ഉള്ളത്. ഓക്കെയാണ്. ആ ഹെഡ്ലൈറ്റ് ഇപ്പൊ ഡിമ്മിലാണോ ബ്രൈറ്റിലാണോ? ആ ഡിമ്മിലാക്കിയത്, ഓഫ് ആക്കിയത് കിട്ടിയ ഓട്ടോ മോഡാണ്. ഉറപ്പല്ലേ? അത് ഈ കയ്യിലുള്ള മുഴുവൻ വൈപ്പറിന്റെ കൺട്രോള്. സാർ ഇങ്ങോട്ടൊന്ന് പുള്ളി ചെയ്താൽ ഇവറിനെ പിടിച്ചോ, പുള്ളി ചെയ്ത് പിടിച്ചോ. ഗ്ലാസ് കഴിയാനുള്ള വെള്ളം വരും. സാറ് വിട്ട് കഴിഞ്ഞാൽ അത് വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിന്നോളൂ. കണ്ട, ഒരു തവണ ഇങ്ങോട്ടാക്കിയ വൺസ് മാത്രം വൈപ്പ് ചെയ്യും. വീണ്ടും സാറിന് വേണമെങ്കിൽ താഴേക്ക് ഇങ്ങനെ ഇത് ചെയ്യേണ്ടി വരും. ഓക്കെയാണ്. ഒരു തവണ സാറ് മേളിലേക്ക് ആക്കിയാൽ ഇത് വൈപ്പ് ചെയ്യും, എന്നിട്ട് ഓഫ് ആകും. ഒരു ഇന്റർവെല് കഴിഞ്ഞിട്ട് അത് ഓൺ ആവും. ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ഓൺ ആവും. ആ ഗ്യാപ്പ് വേണമെങ്കിൽ സാറിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിനാണ് ഈ സ്വിച്ച്. ഇത് കണ്ട, ഇത് തിരിക്കുന്നതനുസരിച്ച് ആ ഗ്യാപ്പ് കൂടും. ഇനി കുറെ സമയം കഴിഞ്ഞേ അത് വരുള്ളൂ. ഓക്കെയാണോ? ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല. കണ്ട, ഒരുപാട് സമയം എടുത്തിട്ട് അതിന് ഓൺ ആവുള്ളൂ. ആ മഴയുടെ അളവിനനുസരിച്ച്. കണ്ട, എളുപ്പമാക്കണമെങ്കിൽ ഇങ്ങനെ തിരിച്ചു വെക്കാം. കുറച്ചുകൂടി ക്വിക്കായിട്ട് വരാൻ തുടങ്ങും. ഒന്നുകൂടെ മേളിലേക്ക് ഒന്ന് പതുക്കെ തട്ടിക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വൈപ്പർ ഉണ്ടാവും. ലോ എന്ന് പറയും. ഒന്നുകൂടെ സാറ് മേളിലേക്ക് തട്ടിക്കുക. ഹൈ, ഫുൾ സ്പീഡിലുണ്ടാവും വൈപ്പർ. വൈപ്പറിന് 3 സ്പീഡാണ് ഉള്ളത്. ഹൈ ഉണ്ട്, ലോ ഉണ്ട്, ഒരു ഇന്റർവെല്ലുണ്ട്. ഇപ്പൊ ഹൈയിലാണ് കിടക്കുന്നത്. ഓഫ് ചെയ്യണമെങ്കിൽ ഒരു ലോ ഉണ്ട്, ഒരു ഇന്റർവെല്ലുണ്ട്. ഒന്നുകൂടെ വന്നാൽ ഓഫ്.
ഓഫ് ആയിട്ടില്ല. ഇല്ല, വേണ്ട, ഇപ്പൊ ഓഫ്. 3 സ്പീഡ് ഉണ്ടായിന്, ഏതാ ഇട്ടിരിക്കുന്നതെന്ന് ഓർക്കണം. അത് നമുക്ക് അറിയാൻ പറ്റില്ല, ഇപ്പൊ ഏതാന്ന് അറിയാൻ പറ്റില്ലല്ലോ. വൈപ്പറിന്റെ സ്പീഡ് കണ്ടിട്ടേ അറിയാൻ പറ്റുള്ളൂ ഇതിൽ ഏതാ കിടക്കുന്നത്. ഇതിപ്പോ ഹൈയിലാ കിടക്കുന്നത്. അപ്പൊ ഒരു ലോ ഉണ്ട്, ഒരു ഇന്റർവെൽ ഉണ്ട്, ഓഫ് ഉണ്ട്. ഇനി അത് പറ്റിയില്ലെങ്കിൽ മാക്സിമം താഴെ കൊണ്ടുവന്നിട്ട് കൈവിട്ടാ മതി, അപ്പൊ ഓഫ് ആയിക്കോളും. വൺസ് എന്ന് പറഞ്ഞ സ്പീഡിൽ കൊണ്ടുവന്നിട്ട് വിട്ടാ മതി, അപ്പൊ ഓഫ് ആയിക്കോളും. കിട്ടിയ വാഷ്, അതിന്റെ സ്പീഡുകൾ മറന്നുപോയില്ലല്ലോ. സ്റ്റിയറിംഗിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാറിന് അറിയാലോ, ഇവിടെ ലോക്ക് ഉണ്ട്. അതിൽ ഇത് മുഴുവൻ AC യുടെ കൺട്രോള്. ഫാനിന്റെ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും ഓക്കെയാണ്. AC യുടെ ഓണും ഓഫും ഓക്കെ ആണല്ലോ. കൂളിങ് ബ്ലൂവിലേക്ക് തിരിച്ചാൽ കൂളിംഗ്, റെഡിലേക്ക് തിരിക്കുന്നതനുസരിച്ച് ഹോട്ട് പോകാൻ തുടങ്ങും. ടെമ്പറേച്ചർ കൺട്രോൾ ആണ്. ഓക്കെയാണ് സാറേ. ഇത് മൊത്തത്തിൽ ഓഫ് ചെയ്യാൻ, AC യും ഫാനും എല്ലാം ഓഫ് ചെയ്യാൻ. ഒരിക്കൽ ഇത് AC ഓണാക്കി ഓണാവും. ഓഫ് ഇത് ഓട്ടോ കൺട്രോൾ എന്ന് പറയും. സാർ ഏത് ടെമ്പറേച്ചർ ആണോ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ടെമ്പറേച്ചറിൽ ആക്കിക്കോളും വണ്ടിയുടെ അകം. അതിന് എന്ത് വേണോ അത് വണ്ടി സ്വയം ചെയ്തോളും. ഇപ്പൊ ഫാനിന്റെ സ്പീഡ് കുറവാ, ഞാൻ 18 ഇട്ടിരിക്കുന്ന ടെമ്പറേച്ചർ. ഓട്ടോ ഓൺ ആക്കി അതേ ഫാനിന്റെ സ്പീഡ് കൂട്ടും. എന്നിട്ട് ഇതിനകത്ത് 18 ആക്കാൻ വേണ്ടിയിട്ട് 18 എപ്പോൾ ആകുന്നു അപ്പൊ അത് നോർമൽ ആയിക്കോളും. കിട്ടിയ അത് ഓട്ടോ കൺട്രോൾ എന്ന് പറയും. അത് ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ സാറിന് അത് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓഫ് ചെയ്യണമെങ്കിൽ ഫാനിന്റെ സ്പീഡ് സാറ് കുറയ്ക്കണം, അപ്പൊ അത് ഓഫ് ആയിക്കോളും. കിട്ടിയ ഇത് സർക്കുലേഷൻ മോഡ് എന്ന് പറയും. കാറിനകത്തെ വായുവിനെ സർക്കുലേറ്റ് ചെയ്ത് കൂൾ ചെയ്യുന്ന അർത്ഥം. ഇത് പുറത്തുനിന്ന് ഫ്രഷ് എയർ എടുത്തിട്ടാണ് AC വർക്ക് ചെയ്യുന്നതെന്ന് അർത്ഥം. സാറിന് ഏതാണോ ആവശ്യം അതിലേക്ക് മാറ്റാം. തണുപ്പ് സമയത്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതായിരിക്കും കുറെ ബെറ്റർ. സർക്കുലേഷൻ അല്ലാതെ അതെ, ചൂടുള്ള സമയത്ത് ഇങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെയാണ്. ഒരിക്കലും ഒരു പൊടിയോ മണമോ ഉള്ള സ്ഥലത്ത് വെച്ച് ഈ സർക്കുലേഷൻ മോഡ് ഓഫ് ചെയ്താൽ ആ പൊടിയും മണവും അകത്ത് വരും. അപ്പൊ സർക്കുലേഷൻ മോഡിലാണ് എപ്പോഴും ചൂടുള്ള സമയത്ത് കീപ്പ് ചെയ്യേണ്ടത്. കാരണം ചെറിയ ഏരിയ തണുപ്പിക്കാൻ AC ക്ക് എളുപ്പം. ഇപ്പൊ ഈ അതിനകം തണുപ്പിക്കാൻ എളുപ്പമായിരിക്കും അതിന്. തണുപ്പുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പുറത്തും തണുത്ത അന്തരീക്ഷമായിരിക്കും. അപ്പൊ വലിയ ലോഡ് ഇല്ലാതെ AC ക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഒന്നത്. 2, ഇവിടെ ഒരു ഫോഗ് ഉണ്ടാവും, അത് വരില്ല. ഈ മോഡിലാണെങ്കിൽ വരും. പുറത്തെ ടെമ്പറേച്ചറിലാക്കിയാൽ വരില്ല. ഓക്കെ സാറേ. ആ ഫോഗ് വന്നാൽ അത് കളയാൻ വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച്. ഡീഫ്രോസ്റ്റർ എന്നതിന്റെ പേര്. ഫ്രണ്ട് ഗ്ലാസ്സിൽ അങ്ങനെ ഒരു മോഡൽ വന്നാൽ ഇത് ഓണാക്കാം. ഇത് ഓണാക്കുമ്പോൾ സാറ് നോക്കിയോ ഇത് ഓഫ് ആവും. ഇത് കണ്ട സർക്കുലേഷൻ മോഡ് ഓഫായി. പുറത്തെ എയറിലാണ് അത് വർക്കൗട്ട് ആകുന്നത്. ശരിയല്ലേ സാറേ? ആവശ്യം കഴിഞ്ഞാൽ സാറിന് അത് ഓഫ് ചെയ്യാം. ഇത് റിയർ ഗ്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് കളയാൻ വേണ്ടിയിട്ട് ഫോഗ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഓൺ ആക്കിയാൽ ആ റിയർ ഗ്ലാസ്സിലെ ഇത് പോയിക്കോളും. കിട്ടിയ സാറേ? ഹസാർഡ് ലൈറ്റ്. ഇപ്പോഴാണ് ആ ഫ്ലിക്കർ ചെയ്യുന്ന ഒച്ച കേൾക്കുന്നത്, ഇത്ര നേരം ഇല്ലായിരുന്നത്. ഓക്കെയാണ്. ഇത് മുഴുവൻ ഈ മീഡിയയുടെ കൺട്രോള്. വോളിയം പ്ലസ്, വോളിയം മൈനസ്, മ്യൂട്ട്, നെക്സ്റ്റ് ട്രാക്ക് എടുക്കാൻ, പ്രീവിയസ് എടുക്കാൻ, ഇത് ബ്ലൂടൂത്ത് പെയർ ചെയ്യാൻ, വോയിസ് കമാൻഡ് കൊടുക്കാൻ, അങ്ങനെയുള്ള ഫീച്ചറുകളെല്ലാം ഇതിലുള്ളത്. ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, 2 ട്രിപ്പ് മീറ്റർ ഉണ്ട്, എയും ബിയും. കണ്ടല്ലോ ബാലൻസ്. ഇപ്പോൾ ഉള്ള പെട്രോളിൽ എത്ര ദൂരം ഓടിക്കാന്ന് കാണിക്കുന്നത് ഈ ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യാനാണ് ഈ സ്വിച്ച്. ഇപ്പൊ നമ്മൾ എത്ര കിലോമീറ്റർ ഓടിയെന്ന് അത് മൊത്തം ഈ വണ്ടി ഓടിയ ദൂരമാണ് 144 കിലോമീറ്റർ. നമ്മൾ ട്രിപ്പ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇതെല്ലാം 144 കിടക്കുന്നത്. അത് നമ്മളത് ഇവിടെ റീസെറ്റ് ചെയ്യണം. ഇവിടെ ഒരു സ്റ്റിക്ക് ഉണ്ടോ? ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടോ നോക്കിയാറ്? വേണ്ട. ഈ ട്രിപ്പ് സെലക്ട് ചെയ്യുക ഏതാണ് വേണ്ടതെന്ന് വെച്ചാ ഇങ്ങനെ സീക്ക് ചെയ്യുമ്പോൾ വേണ്ട A ആണോ B ആണോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഈ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ 0 ആകും. കണ്ട, ഇനി ഓടുന്ന ദൂരം വണ്ടി കൗണ്ട് ചെയ്തോളൂ. ആ 2 0 ആക്കി. ഇത് മാറ്റാൻ പറ്റില്ല നമുക്ക്. മറ്റത് കിടക്കുന്ന പെട്രോളിന്റെ അളവ്. ഓക്കെയാണ്. അത് ഫ്യൂവല്. ഈ F എഴുതിയിരിക്കുന്നത് ഫ്യൂവൽ ഗേജ്, വണ്ടിയുടെ ഫ്യൂവലിന്റെ അളവ്. അവിടെ ഒരു ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നുണ്ടല്ലോ, കണ്ട? ആ അതെ. ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് ഒരു ആരോ മാർക്ക്. സെന്റർ അല്ല, അത് ഹാഫ് ടാങ്ക് എന്ന് മാർക്ക് ചെയ്യാനാ ഇത്. ഇത് ഏത് സൈഡിലാണ് വണ്ടിയുടെ ഓപ്പണിംഗ് ലിഡ് ഉള്ളതെന്ന് അറിയാനാ. ലെഫ്റ്റ് സൈഡിലാണ്. പമ്പിൽ ചെന്ന അയാള് ലെഫ്റ്റിലാണ് വരേണ്ടതെന്ന് അർത്ഥം. കിട്ടിയ? അതിന്റെ മേളിലൊരു C വെച്ച് എഴുതിയിരിക്കുന്നുണ്ടോ സാറേ? അത് ആ എഞ്ചിന്റെ ഹീറ്റ് കാണിക്കുന്നത്. അത് Hനടുത്തേക്ക് ആ മാർക്കിങ് നീങ്ങി അതിനർത്ഥം വണ്ടി ഓവർ ഹീറ്റ് ആണെന്നാ.
ഓക്കെ ആണ്. അങ്ങനെ ഓവർ ഹീറ്റ് ആകുമ്പോൾ നമ്മൾ എന്താണ് നിർത്തിയിടുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല ഇതില്. ഇപ്പൊ ഒരു ഡ്രൈവറാണ്, അത്യാവശ്യം മെക്കാനിക്സ് അറിയാമെങ്കിൽ അയാൾ എങ്ങനെയെങ്കിലും അത് ഉരുട്ടിക്കൊണ്ട് പോകും. റേഡിയേറ്ററിനാണോ എന്താണോ പറ്റിയത് അത് ടോപ്പ് ചെയ്ത് അയാൾ കൊണ്ടുപോകും. നമ്മളെ സംബന്ധിച്ച് അതൊന്നും ചെയ്യാനില്ല. പിന്നെ ഈ വണ്ടി വാറന്റി ഉള്ള വണ്ടിയാണ്, കമ്പനി സർവീസ് ആണ്, അവരെ കോണ്ടാക്ട് ചെയ്യാന്നല്ലാതെ വേറെ ഒന്നും അതിനകത്ത് ചെയ്യാനില്ല. ഒതുക്കി ഇടുക, കോണ്ടാക്ട് ചെയ്യുക, ഡ്രൈവ് ചെയ്യാതിരിക്കുക. ഹാൻഡ് ബ്രേക്ക് ഓൺ ആണെന്നുള്ളതാണ് ആ റെഡ് ലൈറ്റ്. അത് സാറിന് അറിയാലോ. ഫ്രണ്ടിൽ ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് ഉണ്ട്, അത് ഓണായി കിടക്കുന്നതെന്ന് അറിയിക്കാനാണ് ഈ ലൈറ്റ് ഉള്ളത്. ഓക്കെയാണ്. ഏത് ഗിയറാന്ന് ഇൻഡിക്കേഷനാണ് എന്നെ അവിടെ ചെയ്തിരിക്കുന്നത്. ഓടുമ്പോൾ എന്ത് മൈലേജ് എന്നുള്ളതാണ് ഈ 0 to 30 എന്നുള്ളത്. ഇൻസ്റ്റന്റ് ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയും. ഓടുന്ന വേഗതയ്ക്ക് അനുസരിച്ച് ഇവിടെ ഒരു ബാർ വന്നുകൊണ്ടിരിക്കും. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ആവറേജ് എന്ത് മൈലേജ് കിട്ടുന്നുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സാർ ഇപ്പൊ 0 ആക്കിയില്ലേ, ഇത് ഓടുന്ന ദൂരം ആവറേജ് എന്ത് മൈലേജ് വെച്ച് കിട്ടിയെന്ന് ഇവിടെ കാണിക്കും. അതാണ് AVG എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ആവറേജ് കിട്ടുന്ന മൈലേജ് അവിടെ കാണിക്കുകയും ചെയ്യും. ഓക്കെയാണ് സാറേ. പുറത്തെ ടെമ്പറേച്ചർ ആണ് അവിടെ 35 ഡിഗ്രി എന്ന് എഴുതിയിരിക്കുന്നത്. മറ്റേത് ക്ലോക്ക് മേളില്. ഓക്കെയാണ് സാർ. ആ കീ ഒന്ന് ഓഫ് ചെയ്യാവാ, ഒന്നുകൂടെ ഓഫ് ചെയ്യാവാ, ഊരി എടുക്കാവാ. കീ ഇല്ലാതെ ഇതിൽ പിടിച്ച് തിരിച്ചാൽ ഇത് ലോക്കായി പോകും സ്റ്റിയറിങ്. അൺലോക്ക് ചെയ്യാൻ സാറിന് അറിയാലോ. കിട്ടും. ഇത് ലോക്കല്ലേ ഇപ്പൊ? അതെ. അൺലോക്കായി. ഒന്നുകൂടെ തിരികെ. ഓക്കെ അല്ലേ? ഓഫ് ചെയ്ത് സാർ ഒന്നുകൂടെ ഓഫ് ചെയ്യും. ഊരണ്ട താക്കോല്. താക്കോൽ ഇനി ഒന്നും ഇരിക്കുക. താക്കോലിട്ടെ ഒരു തവണ തിരിച്ച സാറേ. തിരിഞ്ഞാ മതി. വേറെ ഈ ചാർജർ ആക്ടിവേറ്റ് ആയി. ആദ്യം തിരിക്ക്. ഈ മ്യൂസിക് സിസ്റ്റം വേണമെങ്കിൽ ആക്സസ് ചെയ്യാം നമുക്ക്. സാർ ഒന്നുകൂടെ തിരിച്ചേ. ഇപ്പോഴാണ് ഇഗ്നീഷൻ ഓൺ ആയത്. വണ്ടി സ്റ്റാർട്ടിങ്ങിന് റെഡി ആയത് ഇപ്പോഴാണ്. ഇതാ കുറെ വാർണിംഗ് ലൈറ്റ് അവിടെ വന്നാണ്ട സാറേ. ചെക്ക് എഞ്ചിൻ ലൈറ്റ് എന്ന് പറയും ഇതിന്റെ പേര്. അത് എപ്പോ തെളിഞ്ഞാലും അതിനർത്ഥം എഞ്ചിൻ എറർ ആണ് അവിടെ കാണിക്കുന്നത്. എഞ്ചിന്റെ സെൻസറുകൾക്കോ എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട എറർ കോഡാണ് അത്. എഞ്ചിൻ സംബന്ധമായിട്ട് ഇല്ലില്ല, അത് വർക്കിംഗ് ആണെന്ന് സാറിനെ അറിയിക്കാനാണ് ഇപ്പൊ തെളിയുന്നത്. എഞ്ചിൻ സ്റ്റാർട്ട് ആകുമ്പോൾ അത് കിടന്നു, തെളിഞ്ഞു കിടക്കാൻ പാടില്ല. തെളിഞ്ഞു കിടന്ന അതിനർത്ഥം എഞ്ചിൻ സംബന്ധമായിട്ട് സെൻസറുകൾക്കോ ഇലക്ട്രിക്കലായിട്ടോ എന്തോ എറർ ഉണ്ടെന്ന് അർത്ഥം. ചെക്ക് ചെയ്യണമെന്ന് അതിനർത്ഥം. ബാറ്ററിയുടെ വാർണിംഗ് ലാമ്പ് അത് എപ്പോ തെളിഞ്ഞാലും അതിനർത്ഥം ബാറ്ററിയിൽ നിന്ന് പവർ ലോസ് ആവുന്നുണ്ട്, ബാറ്ററിയുടെ കണ്ടീഷൻ വീക്ക് ആണെന്നാണ്. ഓക്കെയാണ് സാറേ. അതിന്റെ താഴത്തൊരു ജഗ് പോലെ ഒരു പടം കണ്ട സാറേ, ഒരു ഡ്രോപ്പ് പോലെ, എഞ്ചിൻ ഓയിലിന്റെ വാർണിംഗ് ലാമ്പ്. എപ്പോ അത് തെളിഞ്ഞാലും അതിനർത്ഥം എഞ്ചിൻ ഓയിൽ സംബന്ധമായിട്ട് വണ്ടിക്ക് തകരാറുണ്ടെന്നാണ്. ഓക്കെയാണ് സാർ. ഒന്നുകൂടെ താക്കോൽ ഓടിട്ട് ഓണാക്കി. ഇവിടെ ഒരു പടം കൂടെ തെളിയും ഇതുപോലെ. ഓണാക്കും. കണ്ടല്ലോ, ഒരു ചീപ്പ് പോലെ ഒരു പടം വന്നു കണ്ടത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എച്ചിന്റെ അവിടെ. അതാണ് എഞ്ചിന്റെ ഹീറ്റ് കാണിക്കുന്ന മീറ്റർ. അതെപ്പോ തെളിഞ്ഞാലും അതിനർത്ഥം എഞ്ചിൻ ഓവർ ഹീറ്റിലാണെന്ന്. കിട്ടുന്നുണ്ടോ? ഈ 4 സ്വിച്ച് എന്തിന്റെയാന്ന് അറിയാലോ. പവർ വിൻഡോയുടെ അതൊരെണ്ണം, അവസാനത്തൊരെണ്ണം കണ്ട ഇതെന്താ നിക്ക്. ഇത് കണ്ട, എനിക്കിനി താഴ്ത്താനോ പൊക്കാനോ പറ്റില്ല. എനിക്കെന്നല്ല ഈ 3 പേർക്കും പറ്റില്ല. അതെ സാർ, ഒന്നുകൂടെ അതേ പ്രസ് ചെയ്യും. ഇനി ഞങ്ങൾക്ക് ആക്സസ് ചെയ്യാം. കണ്ട, കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലാസ് താത്താതിരിക്കാനാ, ഗ്ലാസിന്റെ ലോക്ക്. ഓക്കെയാണ് അവിടെ. മിറർ അറേഞ്ച് ചെയ്യാൻ സാറിന് അറിയാലോ. ഇനി അതിനെ വെറുതെ ഒന്ന് താഴേക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്തേ, മിറർ ഫോൾഡ് ആയിക്കോളും. ഒന്നുകൂടെ ടാപ്പ് ചെയ്ത് അൺഫോൾഡ് ആയിക്കോളും, ഓപ്പൺ ആയിക്കോളും. കിട്ടിയല്ലോ. ഇനി വേറെ എന്തെങ്കിലും അറിയാവുന്നതാണ്. അത് എഞ്ചിന്റെ RPM കാണിക്കുന്നതിനകത്ത് ഒരു ആവശ്യമില്ല. ഇത് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ അല്ലേ? ഇല്ല, ഇത് ബേസിക് ആയിട്ട് ഇതിനകത്തുള്ള എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിനോട്. ഇത് 6 തരത്തിൽ ഡ്രൈവ് ചെയ്തോളൂല്ലോ. ഓടിക്കത്തില്ല. ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ സാറ്? അഭിപ്രായം? നിങ്ങൾ അടിപൊളിയല്ലേ? ഉറപ്പാണോ? പിന്നെ സൂപ്പറാണ്. സൂപ്പർ. ഹാപ്പിയാണോ സാറ്? ഞങ്ങൾക്ക് പോവാലോ. ഉറപ്പല്ലേ? ഉറപ്പാണ്. സൂപ്പറാണ്. സൂപ്പർ. ശരി ശരി.